ഇപ്പോൾ എത്തുന്ന വാർത്ത അരിക്കൊമ്പനെ കൂട്ടിലടയ്ക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി. പറമ്പുളക്കടത്തേക്ക് അല്ലാതെ മറ്റൊരിടത്തേക്ക് മാറ്റണമെങ്കിൽ സർക്കാരിന് തീരുമാനിക്കാം. ആനയെ മാറ്റാൻ ഒരാഴ്ച സമയം നൽകാമെന്നും ഹൈക്കോടതി. വിവരങ്ങളുമായി അനഘ ചേരുന്നു. അനഘ, വളരെ നിർണായകമായ വിവരങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്ന് എത്തുന്നത്. ഇപ്പോൾ അരിക്കൊമ്പനെ കൂട്ടിലടയ്ക്കാൻ കഴിയില്ല എന്ന് കോടതി കണ്ടെത്തുന്നതിൻ്റെ വസ്തുത എന്താണ്? ഫിജി, അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടെ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം നേരിടേണ്ടി വന്നു. ആന ജനവാസ മേഖലയിൽ എത്തുന്നത് തടയുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും ജനപ്രതിനിധികൾ എന്തുകൊണ്ട് സർക്കാരിന്റെ വീഴ്ച ചോദ്യം ചെയ്യുന്നില്ലെന്നും കേസ് പരിഗണിക്കവേ ഹൈക്കോടതി ചോദിച്ചു. പറമ്പിക്കുളം എന്ന് പറയുന്ന ആ ഒരു സ്ഥലം നിർദ്ദേശിച്ചത്, അതായത് ായി പറമ്പിക്കുളം എന്ന സ്ഥലം നിർദ്ദേശിച്ചത് വിദഗ്ധ സമിതിയാണെന്നും പറമ്പിക്കുളം എന്ന ആ സ്ഥലം പറമ്പിക്കുളം കോടതി നിർദ്ദേശിച്ച സ്ഥലമല്ലെന്നും അരിക്കൊമ്പനെ എങ്ങോട്ട് മാറ്റണമെന്ന് സർക്കാർ തീരുമാനിക്കണമെന്നും അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു വ്യക്തത സർക്കാർ കൊണ്ടുവരണമെന്നും കോടതി പറയുകയുണ്ടായി. അതേസമയം അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത്, ആനയെ കൂട്ടിലടയ്ക്കാൻ കഴിയില്ല, അതായത് അരിക്കൊമ്പനെ കൂട്ടിൽ പൂട്ടിയിടാൻ കഴിയില്ല. ചിന്നക്കനാലിലുള്ള കാട്ടാനയെ, അതായത് ചിന്നക്കനാലിലുള്ള അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നത് അശാസ്ത്രീയം എന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആനയെ ചിന്നക്കുളത്തു നിന്നും പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരെ വാഴച്ചാൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. എല്ലാവരും സ്വാർത്ഥന്മാരാണെന്നും സ്വന്തം കാര്യമാണ് എല്ലാവർക്കും പ്രധാനമെന്നും കോടതി പറയുകയുണ്ടായി. എന്തു തന്നെ ആയാലും ചിന്നക്കനാലിൽ നിന്ന് അരിക്കൊമ്പനെ മാറ്റും. നൂറുകണക്കിന് ആളുകളെ ബാധിക്കുന്ന പ്രശ്നത്തിന്റെ തീവ്രത ആരും മനസ്സിലാക്കുന്നില്ലെന്നും അതിനെ ഗൗരവപൂർവ്വം കാണുന്നില്ലെന്നും കോടതി പറയുകയുണ്ടായി. പറമ്പിക്കുളം അല്ലാതെ ആനയെ മാറ്റുന്നതിൽ യോജിച്ചൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് സർക്കാരിന് അറിയിക്കാമെന്നും സർക്കാരിന് അത് പറയാമെന്നും കോടതി വ്യക്തമാക്കി. ശരി അനഘ.